അതിങ്ങനെ മെയിൻ റോഡ്. അപ്പോൾ അതേ സൈഡിൽ തന്നെ ബീച്ചും ഉണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം, ബീച്ച് കൂടെ നടക്കാം. ഓത്തോട്ടന്മാരിതാ അവിടെ നീരാടുന്നു. അല്ലോ കുത്തൊന്നും ചെയ്യല്ലേ, അതിന്റെ കൊമ്പ് നോക്ക്. അല്ലാ വരുന്ന കളിക്കല്ലേ, ഇല്ലേ കളിക്കല്ലേ, അടക്കൊക്കെ പോവാനുള്ളതാ. വളഞ്ഞിട്ട് ആക്രമിക്കുന്ന നോക്കുന്നില്ല, നോക്ക്. ഇപ്പൊ കുത്ത് കിട്ടി ചത്തേനെ. അയ്യോ, ഇവിടെ എന്തോ ഗിൽബിത്തിരി ഉണ്ട് മൂപ്പറ കയ്യില്. എന്നാ നോക്കാലോ. വെയിലുണ്ടെങ്കിലും സംഭവം അടിപൊളിയാ. ബീച്ച് സൈഡിൽ കൂടി ഇങ്ങനെ നടക്കേ. ഇതിപ്പോ എങ്ങനെയാ അതിന്റെ മുകളിലെത്തുക? ഹായ് ഫ്രണ്ട്. പുതിയ സബ്സ്ക്രൈബറെ കിട്ടി. മൂപ്പറ വീഡിയോ എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ആക്കണേ. എന്താ ചെയ്യാ, എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാല്. അടാ ഇത് മറ്റേ റീലിൽ കാണുന്നതല്ലേ, ഉണ്ടാക്കുന്ന ഞണ്ട്. കൊറേ മെനക്കെട്ടിക്കല്ലോ. അടുത്ത കട കൊടുത്തേ. പട്ടിയല്ല കയ്യിലുള്ള. മൂപ്പറെന്തോ കാര്യമായിട്ടുള്ള പണിയില്ല. അവന്റെ പേരേതാ? മക്കളെങ്ങാടി ബീച്ചിൽ പോവാ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പോവാ, കുളിക്ക, അറുമാദിക്കുക, പോരുക. കർണാടകയിലെ റോക്കി ബൈ, റോക്കി ബൈ, റോക്കി റോക്കി. കർണാടക റോക്കി. ഗൈസ്, എൻ്റെ വീഡിയോ കാണുന്നില്ല ആർക്കെങ്കിലും കന്നഡ അറിയാമെങ്കിൽ ഇതൊന്നൊന്ന് വായിച്ചിരുക, കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി. ഇനി അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് വീടിനാട്ടിങ്ങനെ കയറാം. ബീച്ചിലോട്ട് നടക്കാൻ നല്ല അടിപൊളിയാ, പക്ഷേ എനർജി വേസ്റ്റ് ആവും. ഇതാവും പിന്നെ പ്രശ്നമില്ല. ഈ ചെന്ന് കുളിക്കാനേ അയക്കില്ല. എന്നാ പിന്നെ എന്ത് ചെയ്യാ, ഒരു ഐസ്ക്രീം, അതാകുമ്പോൾ കുറച്ച് എനർജിയും കൂടി ആവും. ഇവിടെ ഇരിക്കുന്ന എന്താ പ്രശ്നം ഉണ്ടോ? ഹലോ ഹലോ, ഹായ് സാർ, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതായിരിക്കട്ടെ, പേടിക്കണ്ട. സോറി, മൈ മിസ്റ്റേക്ക്. താങ്ക് യു. മൂപ്പർക്ക് ഇതേപോലെ യാത്ര ഭയങ്കര ആഗ്രഹം, ബട്ട് ഇതുവരെ ഒന്നും നടന്നിക്കില്ല. അപ്പോൾ എന്നെ കണ്ടേരെ അവർക്ക് പഴയ ഓർമ്മ വന്നല്ലോ, അങ്ങനെ തന്നതാണ് ഇത്. അയ്യോ, അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ച് അങ്ങനെ മൂപ്പർ ഹാപ്പി, ഞാനും ഹാപ്പി. കപ്പലുണ്ട്, പ്ലെയിനുണ്ട്. ഇതെന്നാ? എയർക്രാഫ്റ്റ് മ്യൂസിയം.
ഇവിടെ തേച്ച് മലക്കാർ ഫുള്ള് അങ്ങനെ ഇങ്ങത്തോളം ബോട്ടും പിന്നെ വലയും. അതാ വല തിന്നുന്ന ഇതെടുത്തേക്കാൾ ഈ തോണി ഉന്തി പോന്നവരല്ലോ. ഒരുപാട് പേരുണ്ടല്ലോ. ഗായ്സ്, അങ്ങനെ കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും ഗോവ. കഴിഞ്ഞ പ്രാവശ്യം ഇതേ ചെക്ക് പോസ്റ്റിൽ കോളേജിൽ നിന്ന് വന്നൊക്കെ ട്രിപ്പായിട്ട്, അത് ബസ്സിൽ ഏതാ നടന്നിട്ട് താങ്ക് യു. താങ്ക് യു. വീണ്ടും കിട്ടി. അയ്യോ, ഇതാ ചെയ്യാം. നല്ല മനുഷ്യന്മാർ. പക്ഷേ ഗോവ അറിയാം, എല്ലാവരും അത്ര അല്ലയോന്നല്ല. ഒരുപാട് ആൾക്കാരുണ്ടാവും, എല്ലാം കാണാനേ. അയ്യോ, ഇതാ ഗോപാലട്ടൻ ഇതാ പണിയും കയറ്റി വരുന്നേ. ഹായ്. വൈകുന്നേരം ചങ്ങായിമാരെല്ലാം കൂട്ടി വന്ന് ഇവിടുന്ന് 2 ചായയും കടിയും തിന്നിട്ട് 24 ഓപ്പണെന്ന് കാണിച്ച പമ്പ. ഇത് ബോട്ടെല്ലാം കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ടെൻഷനായിപ്പോയി. ഉടച്ചോനെ, പമ്പ കൂട്ടിയിട്ടല്ലേ. പക്ഷേ സേഫാ, കുഴപ്പമില്ല, ഓപ്പണാ. ബോർഡിൻ്റെ എല്ലാം കോലം നോക്ക്. എന്തൊരു സ്നേഹ. ഒരു ഗ്ലാസ് കട്ടൻ ചായ എല്ലാം കൊണ്ട് തന്നെ. കത്തി പമ്പ് ഇപ്പം പൊട്ടിത്തെറിക്കളി. പഠിച്ചോനെ ബാഗിലെടുത്ത് ഓടണ ഇറുക്കിയങ്ങ ഇത്രയേരം ഓടിക്കൊണ്ട് വന്നിട്ട് അപ്പാട് കുളിഞ്ചു വർഷം ഫുഡ്. അയ്യോ, ഇനിയിപ്പോ ഇന്നത്തെ ഫുഡ് എന്താണോ? ചിക്കൻ ഫ്രൈഡ് റൈസിന് 150, ചിക്കൻ ബിരിയാണിക്ക് 160. അപ്പം പിന്നെ ബിരിയാണി ആയിരിക്കും അല്ലല്ലോ. അപ്പം ബിരിയാണി പറയാം. ഇവിടുത്തെ ബിരിയാണി അങ്ങനെ കഴിച്ച് ഇപ്പൊ ടേസ്റ്റ് ഉണ്ട്. അതറിയില്ല. മെല്ലനെ പോയിട്ട് എന്ത് ചെയ്യണം, കിടക്കേണ്ട പണി നോക്കണം. അങ്ങനെ ഞാൻ എൻ്റെ പുരയിൽ വീണ്ടും എത്തി. ഇനിയിപ്പോൾ കിടക്കണം.